ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രവാസി ജീവിതത്തിൽ ബാച്ചിലേഴ്സ് ലൈഫിൽ അധികമാരും ഉണ്ടാക്കാൻ സാധ്യതയില്ലാത്ത പഴം മാങ്ങ പുളിശ്ശേരി അല്ലേ, മാമ്പഴ പുളിശ്ശേരി. അപ്പോൾ അതിൻ്റെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് കാര്യമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല, എങ്കിലും ഒന്ന് കണ്ടു നോക്ക് നിങ്ങൾ. അപ്പോൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ ഏറ്റവും ആദ്യം വേണ്ടത് കഴുകി വൃത്തിയാക്കിയ 2 മാമ്പഴം. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല കുട്ടപ്പനാക്കി ഒരു പാത്രത്തിലെടുത്ത് വെച്ചേക്കുവാണ്. അപ്പോൾ കഴുകി വൃത്തിയാക്കിയ മാമ്പഴത്തിലേക്ക് 3 പച്ചമുളക്, 1 തണ്ട് വേപ്പില, പിന്നെ ലേശം മഞ്ഞപ്പൊടി, ഒരു എരിവിനായിട്ട് ലേശം മുളക് പൊടി, ഉപ്പ്, അതിലേക്ക് കുറച്ച് വെള്ളം, ഇത് തിളക്കാൻ പാകത്തിനുള്ള വെള്ളം. നമ്മൾ 2 പേരുകളുള്ള മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കണേ, അപ്പോൾ അത് തിളക്കാൻ പാകത്തിനുള്ള വെള്ളം. ഉള്ളത് ഫ്രഷായിട്ട് ചിരകിയെടുത്ത തേങ്ങയാണ്. പക്ഷെ നമ്മുടെ കയ്യിൽ അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് ഡ്രൈ കോക്കനട്ട് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏകദേശം വെള്ളം ചേർത്ത് അരച്ച് കഴിയുമ്പോഴത്തേക്കും ഏകദേശം ആ ഒരു പരുവാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നോക്കാം. ഒരു പക്ഷേ മലയാള ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടൊക്കെ ആയിരിക്കും തേങ്ങ ഇങ്ങനെ അരക്കുന്നത്. വേറൊന്നും നമുക്ക് ആഗ്രഹം ഉണ്ടായിട്ടില്ല, നിവൃത്തികേടാണ് നമ്മുടെ. അത് നിങ്ങൾ മനസ്സിലാക്കണം ഗൈസ്, മനസ്സിലാക്കണം. ആക്ച്വലി എൻ്റെ പർപ്പസ് എന്ന് വെച്ചാൽ ജീരകം ഒന്ന് ജസ്റ്റ് ചതച്ചെടുക്കുക, അത്രേ ഉള്ളൂ. ഒരു പക്ഷേ ആദ്യം ജീരകം ചതച്ചിട്ട് ഇതിനകത്തിട്ടാൽ മതിയായിരുന്നു. മണ്ടത്തരം കാണിച്ചു ഗൈസ്, മണ്ടത്തരം കാണിച്ചു. അടുപ്പത്ത് വെച്ച മാമ്പഴം തിളക്കുന്നുണ്ട്, നമുക്ക് അതിൻ്റെ തിള നോക്കാം. ഏകദേശം തിളയായതിലേക്ക് നമ്മൾ എടുത്തു വെച്ച എന്തെന്നാണ് പീരയിടാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കറി റെഡിയായി. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് വീഡിയോസൊന്നും കാണിക്കാൻ പറ്റിയില്ല. കാര്യം പണ്ടാരണ്ടും പറഞ്ഞ പോലെ മുറ്റോടിയും പ്രസവവും കൂടി ഒരുമിച്ച് നടക്കില്ലെന്ന് പറഞ്ഞ പോലെ വീഡിയോ എടുപ്പും ഈ കറി ഉണ്ടാക്കലും കൂടി ഒരുമിച്ച് നടക്കാത്തത് കൊണ്ടിട്ട് ഞാൻ എന്ത് ചെയ്ത് കറി ഉണ്ടാക്കി കഴിഞ്ഞ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ എൻ്റെ മാമ്പഴ പുളിശ്ശേരി. അപ്പോൾ എന്തായാലും ഞാൻ ടേസ്റ്റ് ആയിട്ട് എനിക്ക് അടിപൊളിയായിട്ടാണ് തോന്നിയത്. ഒരു പക്ഷേ ഞാൻ ഉണ്ടാക്കിയത് കൊണ്ടായിരിക്കും, പക്ഷേ എന്നാലും അടിപൊളിയാണ്. ബാച്ചിലേഴ്സ് ലൈഫിൽ ഇതൊരു ചലഞ്ചായിട്ട് എടുത്താണ് ഞാനിത് ശരിയാക്കിയത്. അപ്പോൾ ഇന്ന് മാമ്പഴ പുളിശ്ശേരി, നാളെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. പറഞ്ഞ പോലെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാമെന്നൊരു പ്രതീക്ഷയിൽ. ദിസ് ഇസ് സൈനിങ് ഓഫ് വരുൺ. ഓക്കെ, ബൈ ബൈ.